രാഹുൽ ഗാന്ധി കേരളത്തിലെ ലോക്കൽ നേതാക്കളുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു എന്ന് പറയുന്നു പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയായ വിജയരാഘവൻ. കേരളത്തിലെ നേതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടായിരിക്കും മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിക്കുന്നതെന്നും വിജയരാഘവൻ 24-നോട് പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ LDF അതേ നാണയത്തിൽ മറുപടി നൽകുമെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. അത് തീർച്ചയായിട്ടും കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ്സുകാരനെ വന്നേ കഴിയുള്ളൂ. കേരളത്തിലെ കോൺഗ്രസ്സുകാർ സാധാരണഗതിയിൽ മൃദു BJP സമീപനം സ്വീകരിക്കുകയും പിന്നെ CPM-നെ വിമർശിക്കുകയാണ് ചെയ്യുക. അത് ബലത്തിൽ BJP ന്യായീകരിക്കുന്നതാണ്. BJP ഇപ്പോൾ ജനാധിപത്യ വിരുദ്ധമായി നടത്തുന്ന പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുന്ന തരത്തിലായിപ്പോയി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അതായത് കേന്ദ്ര ഏജൻസികളെ ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളത് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി BJPക്കെതിരായി ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമാണ്. അതിനെ ന്യായീകരിക്കുകയാണ്. BJPയുടെ പ്രവർത്തനത്തെ ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിൽ വന്ന് സംസാരിച്ചു എന്നാണ്. അപ്പോൾ കോൺഗ്രസിന് ഈ വിഷയങ്ങളിൽ ഉള്ള ആത്മാർത്ഥതയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സംശയം തോന്നും. ആ പ്രസംഗം കൊണ്ട് രാഹുൽ ഗാന്ധിക്കാണ് ക്ഷീണമുണ്ടാവുന്നത്, ഇടതുപക്ഷത്തിനല്ല. നിഖിൽ പരമേശ്വര വാർത്തകൾ നിഖിൽ, അപ്പോൾ രാഹുൽ ഗാന്ധി CPM ഏറ്റുമുട്ടൽ തീരുന്നില്ല, അതിന്റെ തുടർച്ചയിൽ വിജയരാഘവൻ കൂടി ആവർത്തിക്കുകയാണ് വിമർശനങ്ങൾ. തീർച്ചയായിട്ടും ഹാഷ്മി കൃഷ്ണ, ഇന്നിപ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. നമുക്കറിയാം, മുൻപ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോഴൊന്നും നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാകാറില്ല. അദ്ദേഹം BJPക്കെതിരാണ് എല്ലാ കാലത്തും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ സമീപ ദിവസങ്ങളിൽ അദ്ദേഹം എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞിരുന്നത് കേരള സർക്കാരിനെ കുറിച്ചും പിണറായി വിജയനെ കുറിച്ചുമൊക്കെ ആയിരുന്നു. അദ്ദേഹം BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് മറ്റ് മുഖ്യമന്ത്രിമാരെ തൊടുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെ ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ തൊടാത്തത് എന്നുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടി പറയുകയാണ് ഇപ്പോൾ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള വിജയരാഘവൻ. അദ്ദേഹം പറയുന്നത് ഈ കേരളത്തിലെ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ, ഒരു ലോക്കൽ കോൺഗ്രസ് പൊളിറ്റീഷ്യന്റെ നിലവാരത്തിലേക്ക് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതേ നാണയത്തിൽ LDF നേതാക്കൾ മറുപടി നൽകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഈ തരത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരിക്കണം. അവർ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു വെക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാട് മൃദു BJP സമീപനമാണ്. ആ സമീപനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും എന്നുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് വിജയരാഘവൻ ഉന്നയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഏറ്റവും അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പലയിടങ്ങളിലും അതിശക്തമായ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇന്ത്യ മുന്നണിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആ മുന്നണിയിൽ നിന്ന് ഉൾപ്പെടുന്ന ഒരു കക്ഷി രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഹാഷ്മി, നിഖിൽ പരമേശ്വര വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ രാഹുൽ CPM ഏറ്റുമുട്ടൽ അങ്ങനെ തുടരുകയാണ് എന്ന് പറഞ്ഞാൽ അവസാനം ഇലക്ഷൻ്റെ അവസാന 3-4 ദിവസങ്ങളിൽ എന്താണോ അജണ്ട, ഒറ്റ പോയിന്റ് അജണ്ട, അത് ഈ പറഞ്ഞ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ ഏതാണ്ട് എത്തുകയും ചെയ്തിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.